ഹായ്, എല്ലാവർക്കും KP ടേസ്റ്റിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആവിയിൽ വേവിച്ച ഒരു പോഷക സമ്പൂർണമായ ഒരു പലഹാരമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു നാടൻ വിഭവമാണ്. 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഉത്തമ പലഹാരമാണിത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട്, 5 സ്പൂണ് എള്ളെടുത്തിട്ടുണ്ട്, കുറച്ച് നിലക്കടലും എടുത്തിട്ടുണ്ട്. നിലക്കട നമുക്കൊന്ന് നുറുക്കിയെടുക്കാം. പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം, നുറുക്കിയാൽ മാത്രം മതിയാകും. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് പകരമായിട്ട് നമുക്ക് പരിപ്പ് കടലയും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഏലക്ക പൊടിയും എടുത്തിട്ടുണ്ട്. നമുക്ക് അവിലൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് സോക്ക് ചെയ്യാൻ വെക്കാം. അധിക സമയം കഴുകി അത് പൊതിർന്നു പോകും. നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെള്ളം വാർന്നു പോകാൻ വെക്കാം. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ എള്ള് ഒന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം തീയിൽ മാത്രമേ എള്ള് വറുത്തെടുക്കാവൂ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. എള്ള് പൊട്ടുന്ന ശബ്ദം കേട്ടാൽ നമുക്കിത് വറവായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ പലഹാരം ഒരു ഹെൽത്തി പലഹാരമാണ്. കാരണം നമ്മളിതിൽ ഒട്ടും തന്നെ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. എള്ളിൻ്റെ കൂടെ ആ കടലപ്പൊട്ടുകളും നമുക്കൊന്ന് നേരിയ തീയിൽ വറുത്തെടുക്കാം. എള്ളും കടലയും വറവായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 ആണി ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര മെൽറ്റ് ചെയ്യുന്നില്ല, നമുക്ക് ഇങ്ങളെ ചെറുതാക്കി എടുക്കണം. ഇങ്ങനെ കത്തി കൊണ്ട് വരിഞ്ഞാൽ മതിയാവും. കൈ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ അവിലിലേക്കിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ശർക്കര ചേർക്കാം. അതിനുശേഷം നമ്മൾ ഒരു മുറി തേങ്ങയാണ് ഞാൻ ഇവിടെ ചിരവി എടുത്തിട്ടുള്ളത്. അതും നമ്മൾ വറുത്ത് വെച്ച എള്ളും കടലയും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം. അവിലിൽ നല്ല വെള്ളമയമുള്ളത് കൊണ്ട് നമുക്ക് ഇത് എളുപ്പത്തിൽ കുഴച്ചെടുക്കാം. ശർക്കരയുടെ നനവും കൂടി ചേരുമ്പോൾ ഉരുട്ടിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാൻ കുറച്ച് മൈദ ചേർത്താലും മതിയാകും. ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ ഇത് ഉരുട്ടിയെടുക്കാൻ സാധിച്ചത് കൊണ്ട് ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല. നല്ലപോലെ കുഴച്ചതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. നല്ലപോലെ കുഴച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. കൈയൊന്ന് നനച്ചാൽ വേഗം തന്നെ ഇത് ഉരുണ്ട് കിട്ടും. അവിലും എള്ളും തേങ്ങയും കൂടി ഇങ്ങനെ ഉരുട്ടിയെടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ പലഹാരത്തിന് വളരെ ഒരു രുചിയാണ്. തേങ്ങയും ശർക്കരയും എള്ളും കൂടി ആഡ് ചെയ്തുണ്ടാക്കുന്ന ഈ പലഹാരത്തിന് വളരെ ഒരു പ്രത്യേക രുചിയാണ്. ഇതൊരു നാടൻ പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി പലഹാരമാണിത്. ഇത് ഇങ്ങനെയും കഴിക്കാം. ഞാനിവിടെ ഇത് ആവിയിൽ വേവിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റാൻ വെക്കാം. ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം വെക്കാം. ഈ ചാനലിൽ ഇത്തരം നാടൻ വിഭവങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. ഇത്തരം വീഡിയോ ഇഷ്ടമായവർ ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണേ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വാഴയില വെക്കാം. അതിൻ്റെ മുകളിലാണ് ഞാനിത് വെക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് പൊടിയാതെ കിട്ടും. ഓരോന്നോരോന്നായിക്കൊണ്ട് നമുക്കിതിലേക്ക് എടുത്ത് വെക്കാം. വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ്, അതിൽ 2 മിനിറ്റ് ആയാലും മതി. ഇത് വേഗം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇങ്ങനെ മൂടി വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തൊട്ട് നോക്കി വേവായിട്ടുണ്ടോ എന്ന് നോക്കാം. പൊടിഞ്ഞു പോകാതെ നോക്കണം. ആവിയിൽ വേവിച്ചെടുത്ത നമ്മുടെ ഈ പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിതിന് ഇറക്കി വെച്ച് ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലേക്കിട്ട് നമുക്ക് കഴിക്കാം. നല്ല ചൂടുള്ള അവിൽ ബോണ്ട ചൂടുള്ള സമയത്ത് തന്നെ കഴിക്കാൻ നല്ല രസമായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന പലഹാരം തന്നെ ആയിരിക്കും ഇത്. നല്ല ചൂടുള്ള അവിൽ ബോണ്ട റെഡിയായി കഴിഞ്ഞു. നമുക്കിത് ചായക്കൊപ്പം കഴിക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സോ മെനി താങ്ക്സ്.